പിന്നെയും വന്നിട്ട് അവൻ സ്നേഹത്തോടെ എന്നോട് ചോദിച്ചു, ഇടാ നിനക്കിതിന്റെ വല്ല കാര്യമുണ്ടോ, നിനക്ക് സ്റ്റേജ് കിട്ടാൻ വല്ല പാടിയുണ്ടോ, നിനക്ക് ആഴ്ചയിൽ 5 ദിവസം TV പരിപാടിയുണ്ട്, സിനിമയുണ്ട്, സ്റ്റേജ് ഉണ്ട്, ഇതിനെയൊക്കെ ചിലപ്പോൾ ഇത് ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ട് നീ സ്റ്റേജിൽ കയറി വെറുതെ തമാശ പറഞ്ഞ് പൈസ ഉണ്ടാക്കിയ പോരല്ലേ, അതല്ലേ ഏറ്റവും എളുപ്പമുള്ള കാര്യം. ഞാൻ പറഞ്ഞു, അതിനും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു സമയമാണിത്. എവിടെയെങ്കിലും നിന്ന് ഇപ്പൊ തമാശ പറയാൻ പറ്റാത്തൊരു കാലമാണ്. കാരണം നമ്മുടെ എതിരെ മത്സരത്തിന് വന്നിരിക്കുന്നത് വലിയ വലിയ നേതാക്കളാണ്. നമുക്ക് അവരോടൊപ്പം നിന്ന് തമാശ പറഞ്ഞ് ജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ഞാനൊരു സ്റ്റേജിൽ കയറി തമാശ പറയാൻ തുടങ്ങി. എന്റെ ഒരു നല്ല തമാശ വരുന്നതിന് മുമ്പ് ആകാശത്തോടൊരു വിമാനം പറന്നുപോയി. ആൾക്കാരെല്ലാം പൊട്ടി ചിരിക്കാൻ തുടങ്ങി വിമാനം കണ്ടപ്പോൾ. ഞാൻ ഓർത്തു, ഇനി പണ്ട് വിമാനത്താവളത്തിനെതിരെ നടത്തിയ വല്ല സമരത്തെക്കുറിച്ച് ഓർത്തൊക്കെ ആയിരിക്കും ഇവര് ചിരിക്കുന്നത്, അല്ലാതെ എന്താണ് ഇപ്പൊ വിമാനം കണ്ടാൽ ഇത്ര ചിരിക്കാനുള്ളത്. നോക്കിയപ്പോൾ അത് താണു പറക്കുന്ന വിമാനമാണ്. നോക്കുമ്പോൾ അതിൽ ഇൻഡിഗോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ട ഉടനെ ആൾക്കാർ പൊട്ടി ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ കൈകൊണ്ട് അത്ര പ്രത്യേകതയൊന്നും ഇല്ലാത്ത ഒരു ആക്ഷൻ കാണിച്ച് ആൾക്കാരെ ഒന്ന് സമാധാനപ്പെടുത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്റെ മിമിക്രി കേൾക്കണം. ഞാൻ ആദ്യമായിട്ട് ഒരു ട്രെയിനിന്റെ ശബ്ദം അനുകരിക്കാൻ പോവാണെന്ന് പറഞ്ഞു. ട്രെയിൻ എന്ന് കേട്ട ഉടനെ ഇവര് പിന്നെയും ചിരിക്കാൻ തുടങ്ങി ആൾക്കാർ. ഞാൻ പറഞ്ഞു, നില്ല, ഇത് ഒറിജിനലായിട്ട് എന്റെ ട്രെയിനിന്റെ ശബ്ദം അനുകരിക്കാനുണ്ട്. അവര് സമ്മതിച്ചില്ല, അവര് ചിരി നിർത്തുന്നില്ല. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങള് ഇപ്പം ചിരിക്കണ്ട, ഞാനൊരു തമാശ പറയും, അപ്പം ചിരിച്ചാ മതി എന്ന് പറഞ്ഞു. അപ്പം എന്ന് കേട്ട ഉടനെ ഇവര് പിന്നെയും ചിരിക്കാൻ തുടങ്ങി. നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റണ്ടേ? ഒരു സ്ഥലത്ത് പോയി നമുക്ക് എന്തെങ്കിലും പറഞ്ഞാലല്ലേ ചിരിപ്പിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ അത്തരത്തിൽ ഞങ്ങളുടെ മേഖലയിൽ ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. ആരൊക്കെയാണ് തമാശയുടെ രംഗത്തേക്ക് ഇറങ്ങിയേക്കുന്നതിൽ കയ്യും കണക്കുമില്ല. അപ്പം തോക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്റെ കൂട്ടുകാരൻ പിന്നെയും പറഞ്ഞു, പക്ഷെ നിങ്ങൾ ഭയങ്കര ഗ്രൂപ്പിന്റെ പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് അതില്ല. ഞാൻ ചോദിച്ചു, എന്താണ്? അല്ല, നിങ്ങൾക്ക് A ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് I ഗ്രൂപ്പ് ഉണ്ട്, ഇവര് തമ്മി ഭയങ്കര പ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, രണ്ടായാലും ഈ Aയും Iയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ക്യാമറ വെച്ചപ്പോൾ ഉണ്ടായത്ര പ്രശ്നമൊന്നുള്ളൂ. Aയും Iയും തമ്മിൽ ഇവിടെ ഇല്ല. ഈ ഒരു ഒറ്റ ഗ്രൂപ്പിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അത്രയും